വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. വളരെ സിമ്പിളായിട്ട് നല്ല കുറുകിയ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വേഗം തന്നെ റെസിപ്പി കണ്ടിട്ട് വരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈസി ആയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുകയാണ്. അതിലേക്ക് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 3 പച്ചമുളക് നടുവേ പൊളിച്ചതും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതിയും. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതും 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലുള്ളതും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ 2 വിസിൽ വരുന്നത് വരെയാണ്, അതായത് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെയാണ് ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. കുക്കറിന് നല്ലോണം ആവിയൊക്കെ പോയതിന് ശേഷം വേണം നമ്മൾ തുറക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാ പീസസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് 2 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഉണക്ക ഗ്രീൻ ബീൻസ് വേവിച്ചതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി പാകമായിട്ട് വരണം. അപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റേജിൽ തീ ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ തിള നിൽക്കാറാവുമ്പോൾ ഒരു 1/4 കപ്പ് 1 തേങ്ങാപ്പാൽ, അതായത് കട്ടി തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തിള നിൽക്കാറാവുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. എന്നിട്ട് അതപ്പം തന്നെ ചെറുതായിട്ട്, വല്ലാണ്ടായിട്ട് ഇളക്കാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ പോവാണ്. അപ്പോൾ വേറൊരു പാനിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് ഉണക്കമുന്തിരി നന്നായിട്ട് പഫായിട്ട് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ സ്റ്റ്യൂവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഏറ്റവും അവസാനം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മേലെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കട്ടി തേങ്ങാപ്പാലിൽ കുറുക്കിയെടുത്തിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.